സുരേഷ് കുഞ്ഞ് വന്നു ഓടാൻ വരട്ടെ. ശബ്ദം കേൾപ്പിക്കാതെ പോയി പറയാനുള്ളത് പറഞ്ഞിട്ട് വേഗം വരണം. കുഞ്ഞു വന്നിട്ട് ശങ്കരപ്പിള്ള ശ്വാസം വിടത്തുള്ളൂ. ആ പോയിട്ട് വാ. ദൈവമേ, ചേട്ടാ പോയിട്ട് നേരം കുറെ ആയല്ലോ. നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറയാൻ ഇത്ര നേരം വേണം? അനുമോളെ, 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 എന്റെ ദൈവമേ, ചതിച്ചോ? അങ്ങനെ 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 ചാദിച്ചു, അങ്ങനെ ചാദിച്ചു. എന്താ എന്തുണ്ടായി? അനുമോളെ കാണുന്നില്ല, മുറി തുറന്നു കിടക്കുന്നു. ഹലോ, പോലീസ് സ്റ്റേഷൻ? അനു, നട അടച്ചിരിക്കുകയാണെങ്കിലും ഭഗവാൻ നമ്മളെ കാണുന്നുണ്ട്. കൊട്ടും കുരവയുമില്ലാതെ ഈശ്വരനെ സാക്ഷി നിർത്തി ഈ ദിവ്യ സന്നിധിയിൽ വെച്ച് നമ്മൾ ഒന്നാകുന്നു. ഈ നിമിഷം മുതൽ നമ്മൾ ഭാര്യാഭർത്താക്കന്മാരാണ്. അനു, എഴുന്നേൽക്കൂ. നേരം വെളുത്തു. ഒരു പോ. എക്സ്ക്യൂസ് മീ മാഡം, ഇന്നലെ മുതൽ ഞങ്ങൾ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. ഇനി ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ഇയാളെ ലോക്കപ്പ് ചെയ്തേക്കൂ. സാർ, മകളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. എന്നെ എന്തിനാ ലോക്കപ്പ് ചെയ്യുന്നത്? മിണ്ടാതെ നിൽക്കാതെ. മിണ്ടാതെ എന്നാൽ കാര്യം മനസ്സിലാക്കാൻ നോക്കോ? തമ്പി അദ്ദേഹത്തിന്റെ മകളെ മോഷ്ടിച്ചുകൊണ്ട് പോയവനാണ് തന്നെ ലോക്കപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നെ ആരും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സുരേഷിനോട് ഒന്നിച്ചു പോയതാണ്. ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്. രജിസ്റ്റർ വിവാഹം ചെയ്യാൻ പോയപ്പോ പോലീസുകാർ പിടിച്ചോണ്ട് പോന്നു. ഇത് എവിടുത്തെ നിയമം? നീ അയമാനെ നിയമം പഠിപ്പിക്കാൻ പോണോ? ഇവരിപ്പോൾ പറഞ്ഞതിനെ കുറിച്ച് സാറെന്ത് പറയുന്നു? സാർ, ഇവൻ എന്റെ മകനാണ്. ഇവൻ തമ്പി അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. എനിക്കും. സാർ, ഇക്കാര്യത്തിൽ നിയമപരമായ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ ഞാൻ നിസ്സഹായനാണ്. All right. സർ, ഞങ്ങൾ എന്ത് ചെയ്യണം? യു മേ ഗോ ആൻഡ് ഡു
ആസ് യു ലൈക്ക്. താങ്ക് യു സർ. എന്റെ മുഖത്ത് അവൾ ഇങ്ങനെ കരുതിയേക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഈ അപമാനം എനിക്ക് സഹിക്കാനാവില്ല. അത്ര ഭയങ്കരമായി എന്തുണ്ടായെന്നാണ് ചേട്ടൻ പറയുന്നത്? നമ്മളെല്ലാം എതിർത്തിട്ടും മനസ്സിനിണങ്ങിയ ഒരാളെ അനു തെരഞ്ഞെടുത്തു. ഈ കുടുംബത്തിന്റെ അന്തസ്സിൽ ചേർന്ന ബന്ധമാണോടി ഇത്? ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിന്റെ കുറ്റവും കുറവുകളെയും പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ശങ്കരപ്പിള്ളിയും അത് തന്നെയാ പറയുന്നത്. കുഞ്ഞു ഒരു സ്വയംവരം നടത്തി. സ്വയംവരം നമ്മുടെ പുരാണങ്ങളിൽ പോലും ഇല്ലേ? രാജപുത്രിയായ സാവിത്രി ആരെയാ തിരഞ്ഞെടുത്തത്? വെറും വിറക് വെട്ടിയായ സത്യവാനെ. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ചേട്ടന് ഒരു മകളല്ലേ ഉള്ളൂ. ഇനിയും അവളെ വേദനിപ്പിക്കാതെ നാട്ടുകാരറിയെ അവരുടെ വിവാഹം നടത്തി കൊടുക്കണം. അതാണ് അങ്ങനെ അതിന്റെ ശരി. വേണ്ട, ഇങ്ങോട്ട് കയറണ്ട. എവിടെയെങ്കിലും പൊയ്ക്കോ. വളർത്തിയ അച്ഛനെ കണ്ണീരൊടുപ്പിക്കുന്ന മക്കളൊന്നും എന്റെ വരെ കയറണമെന്നാ പറഞ്ഞത്. എന്റെ മക്കളെ, മോള് ക്ഷമിക്കണം കേട്ടോ. പെട്ടെന്നുണ്ടായ വിഷമത്തിന് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. അതിന് അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോനു? ഇല്ല. നിന്റെ അമ്മ ഒന്ന് അറിയിക്കേണ്ടതല്ലാരോടോ മോനെ. അതിന് നാളെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് അമ്മയെ കാണാൻ പോവല്ലോ. ഞാനും വരാടാ. നമുക്ക് ഒരുമിച്ച് പോവാം മക്കളെ. അയ്യോ, തമ്പി അദ്ദേഹമാണല്ലോ. എന്താ പേടിയുണ്ടോ? എന്തിന്? സുരേഷ് പേടിക്കാതിരുന്നാ മതി. പേടി എന്താണെന്ന് എനിക്കറിയില്ല. ഇരിക്ക്. ആ, രണ്ടുപേരേക്ക് പോരെ. ഞാൻ വന്ന കാര്യം പറഞ്ഞേക്കാം. സംഗതികൾ ഇതുവരെ എത്തി. ഇനിയിപ്പോ നിങ്ങളുടെ വിവാഹം നടത്തിയേക്കാം. ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. ഓഹോ, എന്നാലും ഒരു ചടങ്ങെന്ന നിലയിൽ നമ്മുടെ ബംഗ്ലാവിൽ വെച്ച് അത് നടത്തണം. അതായത് ബന്ധുക്കളും നാട്ടുകാരും അറിഞ്ഞുള്ള ഒരു കല്യാണം. എന്താ, അത് വേണ്ടല്ലേ കുട്ടനാരെ? അയ്യോ, അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഒരാഴ്ചക്കുള്ളിൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അതുവരെ സുരേഷും അനുവും ബംഗ്ലാവിലൊന്ന് താമസിക്കൂ. അതെന്തിനാ? കല്യാണത്തിന് ആളുകളൊക്കെ വരുമ്പോ കല്യാണ പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് വരുന്നത് ശരിയാണോ? അതെന്തായാലും നാണം കെട്ട ഏർപ്പാടാ. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിൽ താമസിക്കുന്നതോ? അതും നാണക്കേട് തന്നെയാ. ഇങ്ങനെ രണ്ടും പറഞ്ഞാൽ നടക്കുകയില്ല. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. ഇവരെന്റെ കൂടെ തീരുമാനിക്കട്ടെ. എന്തു പറയുന്നു മോളെ? അത് വേണ്ട, ചേട്ടൻ പറഞ്ഞാ മതി. അനു അച്ഛനോട് പൊയ്ക്കോളൂ. അപ്പൊ ചേട്ടനോ? ഞാനെന്താ അച്ഛാ ചെയ്യേണ്ടത്? ഷോ, എന്തൊരു അനുസരണയുള്ള മകൻ.
നീ ദിവസം അവിടെ ചെന്ന് അനുമോളെ കണ്ടിട്ട് തിരിച്ചിങ്ങി പോരണം. ഗുഡ്, അത് നല്ല നിർദ്ദേശമാണ്. എന്നാൽ നമുക്ക് ഇപ്പൊ വീട്ടിലേക്ക് പോവാം.